നിനക്കറിയോ ഞങ്ങൾ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ റോക്കി 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 എന്ന് പറയുന്നെന്ന്? അപ്പൊ ഗൈസ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയുമ്പോഴാണ് വക്കാസ് വൈ എന്നെ വിളിക്കുന്നത്. ഓൻ രാത്രി പായാൻ പോകലുണ്ട്. ഓൻ്റെ ഒന്നിച്ച് ഞാനും പോകുന്നതാണ്. കേട്ടപ്പോൾ എന്നെ ഷൂലിട്ട് റെഡി ആയിട്ട് ഞാനും എൻ്റെ ഒക്കെ പോയി. ഓൻ എന്നോടാണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കഴിയല്ലോ, ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് പായാണെങ്കിൽ നല്ല സ്റ്റാമിന വേണമെന്ന്. ഓൻക്കറിയാലോ ഞാൻ പണ്ട് 10 കിലോമീറ്റർ നിൽക്കാലോ പാഞ്ഞത് കാസർഗോട്ടാറ് മൊത്തം കണ്ടതാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ താക്ക് പോയി. ഓൺ ഡെയിലി പായുന്നുണ്ടോ എൻ്റെ മൊബൈൽ റണ്ണിങ്ങിൻ്റെ ആപ്ലിക്കേഷനിലുണ്ട്. അതെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ പായാൻ തുടങ്ങി. ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള പാർക്കിങ്ങിലേക്കാണ് ഞങ്ങൾ പായുന്നത്. ഓനാണെങ്കിൽ നല്ല സെറ്റപ്പ് കുട്ടപ്പനായിട്ടാണ് വന്നത്. പ്രഷർ ചെക്ക് ചെയ്യുന്ന മിഷൻ പോലത്തെ അവൻ്റെ ഫോണെല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് പാഞ്ഞിട്ടാകുമ്പോൾ സിഗ്നൽ എത്തി. ഞാൻ വല്ല നിന്നിട്ടാകുമ്പോൾ ഈ ചങ്ങായി പായുന്നുണ്ട്. ഈടെ പിന്നെ നാട്ടിലെ പോലെയല്ല, രാത്രി 3 മണിയായിട്ട് റോട്ടിലെല്ലാം ഫുള്ള് വണ്ടിയാണ്. ആ ദൂരത്തായിട്ട് കാണുന്നതാണ് ബിൻഷബീബ് മാള്. അവിടെ ഞങ്ങൾ കുറേ കസ്റ്റമർ ഉണ്ട്. അങ്ങനെ പിന്നെയും ഓടാൻ തുടങ്ങി. പായാൻ തുടങ്ങി ഞങ്ങൾ സ്പീഡെല്ലാം കുറച്ച് മെല്ലെ നടക്കലായി. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. മിക്കവാറും ഒരു ടാക്സി വിളിച്ചിട്ട് റിട്ടേൺ പോകേണ്ടി വരും. ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഓനക്ക് മതിയായിട്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരു 50 റൗണ്ടും കൂടി അവനക്ക് ഓടണമല്ലോ. ഓൻ്റെ ഒന്നിച്ചിട്ട് 5 കിലോമീറ്റർ പായണമെന്നുള്ളത് ഞാൻ പാലിച്ചു. ഇനി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞാൻ നേരെ റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങി. ബൈ ബൈ.